നമസ്കാരം. ഈ വീഡിയോയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലാണ്. പ്രപഞ്ചശക്തിയുടെ നിശ്ചയത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് പോലും. ഇതൊരു മൈൻഡ് റീഡിംഗ് തന്നെയാണ്. ഏവരും ഒരു നിമിഷം ഒരു ദീർഘ നിശ്വാസം എടുത്തതിന് ശേഷം ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയോ പ്രപഞ്ചശക്തിയെയോ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ തൊടുക. ആദ്യത്തേതായ ചിത്രം സ്വർണ്ണ നാണയമാണ്. രണ്ടാമത്തേതായ ചിത്രം വെള്ളി നാണയമാണ്. രണ്ടിലൊരു ചിത്രത്തിൽ തൊടുക. ഒരു ചിത്രത്തിൽ നിങ്ങൾ തൊട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഈ സമയത്ത് നിങ്ങൾ അനുഭവിച്ച് പോരുന്നതും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അതായത് സ്വർണ്ണ നാണയമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഏവരും നിങ്ങൾ വിശ്വസിച്ച ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങൾ പലരെയും വിശ്വസിച്ചു എങ്കിൽ പോലും സ്നേഹിച്ചവരിൽ നിന്നും പലവിധ ചതികൾ, വഞ്ചനകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ദൈവം ഇപ്രകാരം പരീക്ഷിക്കുന്നു എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. പല രാത്രികളിലും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുള്ള സാഹചര്യം പോലുമുണ്ട്. പണമുള്ളപ്പോൾ പലപ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നപ്പോൾ പലപ്പോഴും പലരും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മനസ്സിൽ പല വിഷമതകളും നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ വിഷമതകൾ നിങ്ങൾ ഒരിക്കലും പുറമെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പലരും അറിയേണ്ടതില്ല എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ നിങ്ങൾ വളരെ സന്തോഷമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണിക്കുവാനായി ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം ചില പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും ആരാണ് ശത്രു എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ചില പരീക്ഷണങ്ങളിലൂടെ. അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഈ പരീക്ഷണ കാലം നിങ്ങൾക്ക് അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ കാത്തിരിപ്പിന് ഒരു അവസാനം സംഭവിച്ച് ഒരു വലിയ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും തുടരുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. ശാശ്വതമായ ഒരു വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും. സ്വന്തമായ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ, അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിന് സഹായകരമാകുന്ന സാഹചര്യങ്ങൾ ഈ സമയം, ഈ കാലയളവിൽ നിങ്ങളുടെ മുൻപിലുണ്ട്. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങാനായി പോകുന്നു എന്ന സാഹചര്യമുണ്ട്. പരിഹസിച്ചവരുടെ മുൻപിൽ പോലും നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാനും സാമ്പത്തികപരമായി അനുകൂല സാഹചര്യത്തോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ വളരെയധികം ബാധിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ കരുത്താർജിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് പ്രപഞ്ചം തന്നെ നൽകുന്ന സാധ്യതകളാണ് മുൻപിലുള്ളത്.
അല്ലെങ്കിൽ പകരം നൽകാൻ പോകുന്നു എന്നത് സമാനതകളില്ലാത്ത വിജയമാണ്. അതിനുള്ള അവസരം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം വിജയത്തിനായി നിങ്ങൾക്ക് മനസ്സിനെ തയ്യാറെടുപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. മനസ്സിന്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ഈ സമയം പല സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം സാമ്പത്തികപരമായി ഒരു മുന്നിലെത്തണം എന്നും സാമ്പത്തികപരമായ അനുകൂല സാഹചര്യങ്ങളുണ്ട് എന്നും വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് എന്നതും പ്രത്യേകതയാണ്. വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തും വരെ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ വാതിൽ തുറക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. പെട്ടെന്ന് അടഞ്ഞു പോകുന്നതായ സാഹചര്യം. പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. എന്നാൽ അവസാന നിമിഷം പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായി ഭവിച്ചു പോകുന്ന സാഹചര്യം, മുടങ്ങിപ്പോകുന്ന സാഹചര്യം, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. നോൺ പാസ്സാകാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അനുകൂലം എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾക്ക് തടസ്സം വരിക, വിദേശത്ത് പോകാൻ ഉള്ള സാധ്യതകൾ, വിസ തുടങ്ങിയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോലും തടസ്സങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. വലിയ ലാഭം പ്രതീക്ഷിച്ച ഇരുന്നിടത്ത് ബിസിനസ് സംബന്ധമായ നഷ്ടമോ അല്ലെങ്കിൽ ചില ചതികളോ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് സാധ്യമാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം പോലും ഉള്ള നിങ്ങൾക്ക് അതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ ഈ സമയം അർത്ഥമാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങൾ പലരെയും മനസ്സറിഞ്ഞ് വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടും പലരും നിങ്ങളെ വിശ്വസിക്കാത്തതായ അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അവർ പോലും നിങ്ങളെ മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട്. സാമ്പത്തികപരമായി ഞെരുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അർഹതപ്പെട്ടതായ പലതും കൈകളിൽ നിന്നും തട്ടിത്തെറിച്ചു പോകുന്നു. ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ നോക്കി നിന്ന് പോകുന്ന സാഹചര്യമുണ്ട്. എനിക്ക് എന്തുകൊണ്ട് സന്തോഷമില്ല എന്ന് പോലും പലപ്പോഴും നിങ്ങൾക്ക് ചിന്തിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈശ്വരനോട് ചോദിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചോദിക്കാത്ത ദിവസങ്ങൾ കുറവായിരിക്കും എന്നതാണ് വാസ്തവം. മനസ്സ് പല തവണ തകർന്നു പോയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പലരും നിങ്ങളെ ചതിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. വാക്കുകൾ കൊണ്ടുപോലും അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടുപോലും പലരും നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത്. പ്രധാനമായും നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഒരു പ്രതിഫലം നൽകാനായി പോവുകയാണ് എന്ന് പറയാം. ഒരു പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാനായി പോകുന്നു. സാമ്പത്തികപരമായി അല്പം ഒരു പ്രയാസങ്ങൾക്ക് അയവ് സംഭവിക്കാം. പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തൊഴിൽപരമായ ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളെ തളച്ചിട്ടിരുന്ന പല ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം സാധ്യമാകുന്ന സമയം. മനസമാധാനം പോലും അനുഭവിച്ചറിയാത്ത നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന ഒരു സമയം. ആഗ്രഹിച്ച യാത്ര, വീട്
അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലും പൂവണിയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സമയം തീർച്ചയായും അതിനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ദുരിതപൂർണമായ കാര്യങ്ങൾ അവസാനിക്കുകയും ഇനി വരാനുള്ള സമയം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അത് മറന്നു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ബുദ്ധിശാലി മാത്രമല്ല, കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകുവാൻ കഴിവുള്ളവരാണ്. ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ സംസാരം തന്നെയാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കും. വാക്കുകൾ കൊണ്ട് പോലും നിങ്ങൾക്ക് അറിവുകൾ നേടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും ദുരിതങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിവിനൊത്ത അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇതേവരെ ലഭിച്ചിട്ടില്ല. ഒരു കുറവ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അർഹിച്ചതായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. പലരും തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അത് ശത്രുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പത്തിലായ വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ മനസമാധാനം ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും തള്ളി പറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതായ വാക്കുകൾ പോലും ആയുധമാക്കുന്ന സാഹചര്യം, പലപ്പോഴും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നു എങ്കിലും അവസാന നിമിഷം എല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പല വിധത്തിലാണ് തടസ്സങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിക്കുന്നത്. നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. സന്തോഷ വാർത്ത, നിങ്ങളുടെ തടസ്സങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ്. വരാനിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളിലും നിങ്ങളുടെ വാക്കുകൾക്ക് വില കിട്ടുന്ന സമയമാണ്. ബുദ്ധിയും കഴിവും മറ്റുള്ളവർ തിരിച്ചറിയുവാൻ പോകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റമോ പ്രശംസയോ നേടിയെടുക്കുവാൻ പോലും സാധിക്കുന്ന സാഹചര്യം വന്നുചേരും. വിജയങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളെ കാത്തിരിക്കുന്നു. തടസ്സപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉപദേശം പോലും മറ്റുള്ളവർ സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളെ അവസരങ്ങൾ തേടിയെത്തും എന്ന് തന്നെ അർത്ഥമാക്കാം.